We are going to see two methods of design thinking. Okay, അതിൽ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡൈവേർജൻറ്റ് തിങ്കിങ്ങും അതേപോലെ തന്നെ കൺവേർജൻറ്റ് തിങ്കിങ്. ഇത് രണ്ടൊരു തിങ്കിങ് മെത്തേഡാണ്. സോ നമ്മൾ ഈ ഡിസൈൻ തിങ്കിങ് പ്രോസസ്സിൽ നമുക്ക് വരുന്ന 5 സ്റ്റേജ് ഉണ്ട്. സോ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് എംപത്തൈസ് ആണ്. ഓക്കെ, നമ്മളൊന്ന് റീകളക്ട് ചെയ്യുന്നുള്ളൂ. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നു. We are empathizing a particular problem and then we are going to define the problem statement. And third one, we will try to ideate some sort of solutions for those problem defined. അപ്പോൾ ഐഡിയേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് കൊണ്ടുപോകുന്നത് അതിനെ പ്രോട്ടോടൈപ്പ് ചെയ്യുന്നു. പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഡിസൈൻ വെച്ച് നമ്മൾ ആദ്യത്തെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതാണ് പ്രോട്ടോടൈപ്പ്. അതിനെ തന്നെ നമ്മൾ യൂസേഴ്സിന് കൊടുത്തിട്ട് നമ്മളതിനെ ടെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഒരു ഫൈനലായിട്ടുള്ള ഒരു പ്രോസസ്സ് വെച്ച് ഡിസൈൻ തിങ്കിങ് പ്രോസസ്സ് ഇത്രയും 5 പ്രോസസ്സിൽ കടന്നു പോകുമ്പോഴാണ് നമുക്കൊരു നല്ല രീതിയിലുള്ള ഒരു പ്രോഡക്റ്റ് നമ്മൾ ഡെവലപ്പ് ആക്കുന്നത്. അപ്പോൾ ഈ പ്രോഡക്റ്റ് ഡെവലപ്പ് ആക്കുന്നതിന് വേണ്ടി നമ്മൾ 2 രീതിയിലുള്ള ഒരു ഡിസൈൻ തിങ്കിങ് വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് വൺ ബീയിങ് ഡൈവേർജൻറ്റ്, സെക്കൻഡ് വൺ ബീയിങ് കൺവേർജൻറ്റ്. ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കുന്നത് വാട്ട് ഇസ് ഡൈവേർജൻറ്റ് ആൻഡ് വാട്ട് ഇസ് കൺവേർജൻറ്റ് എന്നുള്ള രീതിയിലാണ്. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ലെറ്റ്സ് സേ ദാറ്റ് നമ്മൾ ആദ്യം നോക്കിക്കാണുന്നത് ലെറ്റ്സ് സേ ദാറ്റ് ഈസ് എ ഡൈവേർജൻറ്റ്. ഓക്കെ, ഡൈവേർജൻ്റ് ആണ് ഞാനിപ്പോൾ ആദ്യം കാണാൻ പോകുന്നതായിരിക്കാം. ഓക്കെ, അപ്പം ഡൈവേർജൻറ്റ് കൺവേർജൻറ്റ് എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ ലെറ്റ്സ് സേ ദാറ്റ് ഐ എം റൈറ്റിംഗ് ആസ് ഹിയർ കൺവേർജൻറ്റ്. നമ്മൾ ഡയഗ്രാമാറ്റിക് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ലെറ്റ്സ് സേ ദാറ്റ് ഡൈവേർജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ആ പോയിന്റിൽ നിന്ന് നമ്മൾ ഡൈവേർജ് ചെയ്ത് പോകണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് പറയുന്നത്, അല്ലേ? ഇതാണ് ഡൈവേർജൻ എന്ന് പറയുന്നത്. കൺവേർജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു ബിന്ദുവിലോട്ട് കേന്ദ്രീകരിക്കുക. വി ആർ കൺവേർജിങ് ടു എ പോയിന്റ്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ to understand the meaning of what is divergent and convergent, this is a basic diagram to understand what is divergent and convergent. ഇപ്പോൾ ഡൈവേർജൻ്റ് എന്ന് പറഞ്ഞാൽ ഫ്രം എ പോയിന്റ് നമ്മൾ ഡൈവേർജ് ചെയ്ത് പോകുന്നു. കൺവേർജൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡിലും നമ്മൾ ഒരു സ്ഥലത്ത് കൺവേർജ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഇതാണ് ആ ഒരു ടോപ്പിക്കിൻ്റെ മീനിങ്. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ട് ലെറ്റ് സി വാട്ട് ഇസ് ആക്ച്വൽ ഡൈവേർജൻറ്റ്. നമ്മളിനി തിങ്കിങ്ങിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സോ അതിൽ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറയുന്നത് നമ്മളെല്ലാവരും ആലോചിക്കുന്നതിൽ ഒരു ആദ്യത്തെ പ്രോസസ്സ്. ഈ 2 തിങ്കിങ് ആണെങ്കിൽ നമുക്ക് മനുഷ്യർക്ക് നോക്കുമ്പം 2 ടൈപ്പ് തിങ്കിങ് ചിലപ്പോൾ കാണും, അല്ലെങ്കിൽ മോസ്റ്റ്ലി ഏതെങ്കിലും ഒരു സൈഡ് ഫോക്കസ്ഡ് ആയിട്ട് വരുന്നത്. മോസ്റ്റ്ലി ഫോർ ഹ്യൂമൻ ബീങ്സ് മോസ്റ്റ്ലി ഇറ്റ് ഈസ് ഈസി ടു തിങ്ക് ഇൻ എ കൺവേർജൻറ്റ് മാനർ ഓർ വി ആർ ട്രൈങ് ടു ഫൈൻഡ് ഔട്ട് എ പെർട്ടിക്കുലർ സൊല്യൂഷൻ ടു ഇറ്റ്. അതായത് ഞാനിവിടെ 1 എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന ആ ഒരു മെത്തേഡിലോട്ടാണ് പോകുന്നത്, ടു എ കോമൺ പോയിന്റ് എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കൺവേർജൻറ്റ് തിങ്കിങ്ങിൽ ലെറ്റ്സ് ടേക്ക് എ പർട്ടിക്കുലർ പ്രോബ്ലം. ആ പ്രോബ്ലത്തിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലെറ്റ്സ് സേ ദാറ്റ് വി ആർ ഗോയിങ് ടു എംപത്തൈസ് ദാറ്റ് പർട്ടിക്കുലർ പ്രോബ്ലം, ഡിഫൈൻ എ പ്രോബ്ലം. ആഫ്റ്റർ സക്സസ്ഫുൾ ഡെഫിനിഷൻ ഓഫ് എ പ്രോബ്ലം അതിന് നമുക്കൊരു എക്സാമ്പിൾ വേണമെങ്കിൽ എടുക്കാം. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ എടുത്തതാണ് ടു ഡിസൈൻ എ കോവിഡ് കിറ്റ് എന്ന് പറഞ്ഞ് നമ്മളൊരു സെഷൻ നോക്കിയായിരുന്നു. അപ്പോൾ ലൈക്ക് ടേക്ക് ദാറ്റ് ആസ് എ ഡെഫിനിഷൻ ഓഫ് എ പ്രോബ്ലം. സോ വി നീഡ് ടു ഡിഫൈൻ എ കോവിഡ് കിറ്റ് ബോക്സ് ഡിഫൈൻ ചെയ്യണം, അല്ലെങ്കിൽ അതിന് ഡിസൈൻ ചെയ്യണം. ഇതാണ് നമ്മൾ നേരത്തെ കണ്ടത്. അപ്പോൾ ലൈക്ക് ടേക്ക് ദാറ്റ് ആസ് എ പ്രോബ്ലം ആൻഡ് വി ആർ ഗോയിങ് ടു ഡിഫൈൻ ഓൺ ഹൗ ടു ഡിസൈൻ എ കോവിഡ് കിറ്റ് ബോക്സ്. അപ്പോൾ കോവിഡ് കിറ്റ് ബോക്സ് ഡിസൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഇൻഫർമേഷൻ, ഡേറ്റ കയ്യിലുണ്ട്. ഓക്കെ, അതിൽ ഒരു ഡേറ്റ എന്ന് പറയുന്നത് ഞാനെല്ലാം റൗണ്ടായിട്ട് സങ്കല്പിക്കണം. ഓക്കെ, അതിൽ നമുക്കൊരു സാനിറ്റൈസർ വേണ്ടി വരും, അതുകൂടാതെ തന്നെ മാസ്ക് വേണ്ടി വരും, അതുകൂടാതെ തന്നെ യൂസ്ഡ് ആയിട്ടുള്ള മാസ്ക് കാണും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമുക്ക് നല്ല സേഫായിട്ട് കൊണ്ടുപോകുന്ന പൗച്ച് വേണം. ഓക്കെ, ഇതെല്ലാം നമ്മൾ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷനാണ് ഞാൻ ഈ റൗണ്ടായിട്ട് ഇട്ടേക്കുന്നത്. So ultimately with all these things we are going to design a particular box which can allocate all these points. ഈ പറഞ്ഞ 4 പോയിന്റ് നമുക്ക് ഇതിലോട്ട് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്, അല്ലേ? അപ്പം
ഈ കളക്ട് ചെയ്ത ഇൻഫർമേഷൻ വി ആർ ട്രൈങ് ടു ബ്രിങ് ഇൻ ടു എ പെർട്ടിക്കുലർ പോയിന്റ് ബ്രിങ് ഇൻ ടു എ പെർട്ടിക്കുലർ ഡിസൈൻ മോഡ്യൂൾ എന്നൊന്ന് പറയാം. അപ്പം നമ്മൾ ആലോചിച്ചിട്ട് ഇതിന് നമുക്ക് എങ്ങനെ വെക്കാം. സോ അതിനൊരു ഡീറ്റെയിൽ ഡയഗ്രാമായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ലെറ്റ്സ് ഐ സേ ഐ വിൽ draw a bigger box and try to accommodate a sanitizer which is a spray sanitizer. അങ്ങനെയാണെങ്കിൽ ഐ വിൽ അലോക്കേറ്റ് എ കുഷനിങ് മെത്തേഡ് വേർ ഇതിൽ ഞാൻ വരയ്ക്കുന്നത് ഈ ഇത്രയൊക്കെ കുഷൻസ് ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ് ടു കീപ്പ് ഇൻ പ്ലേസ് ആൻഡ് ദിസ് പോയിന്റ് ഐ വിൽ യൂസ് ഓർ ഐ വിൽ കീപ്പ് ആസ് എ സാനിറ്റൈസർ. സാനിറ്റൈസറിൻ്റെ ഷോർട്ടായിട്ട് ഞാൻ SIN എന്ന് പറയുന്നു. ഇവിടെ ഞാൻ സാനിറ്റൈസർ വെച്ചു. ആൻഡ് സിമിലർലി ഐ ക്യാൻ സെഗ്രിഗേറ്റ് ദ യൂസ്ഡ് മാസ്ക് ആസ് വെൽ ആസ് ദ ന്യൂ മാസ്ക്. അതുപോലെ യൂസ്ഡ് മാസ്കിന് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ബോക്സ് വെക്കാം. അപ്പോൾ ഈ സ്ഥലത്ത് ഞാൻ യൂസ്ഡ് ആയിട്ടുള്ള മാസ്ക് വെക്കുന്നു. ആ യൂസ് ഉള്ള മാസ്ക് അറിയാൻ വേണ്ടിയിട്ട് ഐ എം ജസ്റ്റ് ഡ്രോയിങ് ഒരു ഗ്രീൻ കളർ ഓൾസോ. ഓക്കെ, ഇങ്ങനെ വെക്കുന്നത്. ഇവിടെ ഞാൻ യൂസ്ഡ് മാസ്ക് വെക്കുന്നു. ഓക്കെ, കുറച്ച് ബോക്സ് പുറത്തു പോയി, ബട്ട് കൺസിഡർ ദാറ്റ് ആസ് എ ഡിസൈൻ. ഓക്കെ, അപ്പോൾ യൂസ്ഡ് മാസ്ക് അവിടെ വെച്ചു. പിന്നെ അതേപോലെ തന്നെ ലെറ്റ്സ് ടേക്ക് ഫ്രഷ് മാസ്ക് പീസ് വേണം. അപ്പോൾ ഫ്രഷ് മാസ്ക് പീസ് വേണ്ടി ഐ എം ടേക്കിംഗ് അനദർ ഒരു യെല്ലോ കളർ. ആൻഡ് യെല്ലോ കളറിൽ ഫ്രഷ് മാസ്ക് പീസ് വിത്തൗട്ട് ബെൻഡിങ് ദാറ്റ് പെർട്ടിക്കുലർ മാസ്ക് ഞാനിവിടെ വെച്ചു. ഓക്കെ, ഇതിലാണെങ്കിൽ ഒരു അൺയൂസ്ഡ് അല്ലെങ്കിൽ ന്യൂ മാസ്ക് വയ്ക്കുന്നു. അപ്പം നമ്മൾ ഐഡിയാസ് എല്ലാം ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് ഡിസൈൻ ചെയ്യുന്നു. ഇപ്പം നമ്മളിത് ഐഡിയേറ്റ് ചെയ്ത് നമ്മൾ ഈ ഒരു പ്രോട്ടോടൈപ്പ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത് കൊണ്ടുവന്നത്. ഒരു പ്രോട്ടോടൈപ്പ് വെച്ചിട്ട് നമുക്കൊരു യൂസറിനെ കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ യൂസേജ് അനുസരിച്ച് അതിനനുസരിച്ചുള്ള മോഡിഫിക്കേഷൻ വരും. അപ്പോൾ യൂസർ യൂസ് ചെയ്തിട്ട് പറയാണ്, ഓക്കെ ഇറ്റ് വിൽ ബി ബെസ്റ്റ് ദാറ്റ് വി ക്യാൻ കീപ് ദിസ് ഇൻ എ ബാഗ് ഓർ വി ക്യാൻ അറ്റാച്ച് ടു എ ബെൽറ്റ് എന്നൊക്കെ പറയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ വി ആർ ട്രൈങ് ടു ആഡ് സം യൂട്ടിലിറ്റി into that particular thing by adding a feature of ബെൽറ്റിൽ ബക്കിൾ ആഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലോ ഓർ ബാഗിൽ വെക്കാൻ പറ്റുന്ന രീതിയിലോ ഉള്ള ഒരു ഡിസൈൻ കൊണ്ടുവരാം. സോ ദാറ്റ് ഇസ് എ തിങ് ദാറ്റ് വി ആർ ഗോയിങ് ടു ടെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ഡിസൈനിൽ കൊണ്ടുവരുന്നു. സോ വാട്ട് വി ഹാവ് ഡൺ ഹിയർ ഇസ് ഇൻ കൺവേർജൻ ഇറ്റ് ഈസ് ഈസി ഫോർ അസ് ടു കളക്ട് ഓൾ ദ ഇൻഫർമേഷൻസ്. ഇങ്ങനെ ഒരു ഇൻഫർമേഷൻസ് ആഡ് ചെയ്തിട്ട് നമുക്ക് അതിനനുസരിച്ച് വി ആർ ഗോയിങ് ടു കൺവേർജ് ഇൻ ടു ഫൈൻഡിങ് എ പെർട്ടിക്കുലർ സൊല്യൂഷൻ. അതാണ് നമ്മളിവിടെ ചെയ്തത്. സോ വി ആർ ഫൈൻഡിങ് ഓർ വി ആർ തിങ്കിങ് ഓർ വി ആർ സ്റ്റാർട്ടിങ് വിത്ത് ഇൻഫർമേഷൻ ആൻഡ് വിത്ത് ദോസ് ഇൻഫർമേഷൻ ദീസ് 1 2 3 4 ആർ ഇൻഫർമേഷൻ ആൻഡ് വി ആർ സ്റ്റാർട്ടിങ് ദോസ് ഇൻഫർമേഷൻ ടു ഫൈൻഡിങ് ഓർ വി ആർ കൺവേർജിങ് ടു ഫൈൻഡ് എ പെർട്ടിക്കുലർ സൊല്യൂഷൻ. സോ ദിസ് ഈസ് കോൾഡ് കൺവേർജന്റ് തിങ്കിങ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കൺവേർജന്റ് തിങ്കിങ് പറയുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഡൈവേർജന്റ് തിങ്കിങ് ആണ്. അത് ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് എ ടിപ്പിക്കൽ വേ ഓഫ് തിങ്കിങ് അല്ല. നമ്മളെപ്പോഴും ഏതെങ്കിലും ഒരു സ്ഥലത്ത് സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുള്ള ഒരു ചിന്തയാണ് നമ്മൾ മനുഷ്യർ സാധാരണ ചെയ്യുന്നത്. സോ ദിസ് ഇസ് ആക്ച്വലി ക്വൈറ്റ് ഡിഫറെൻറ്റ് എന്ന് പറയുന്നത്. ലെറ്റ്സ് സേ ദാറ്റ് വി ഹാവ് എ പെർട്ടിക്കുലർ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, സോ അത് നമ്മൾ ആദ്യം ഒരു ഐഡിയ കാണും. ഓക്കെ, so we have an idea or how to do എന്നുള്ള രീതിയിൽ ഒരു ചെറിയ ഇത് കാണുന്നത്. സോ രണ്ട് ഘട്ടം വരയ്ക്കുന്നു. സോ വി ഹാവ് an idea. I will just redraw. Okay, let's say that like we have an idea. But idea based area or with that idea we need to find out a particular solution. Okay, a solution എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we can define a set of questions for this idea to do. So this can be a idea of coming up with a solution ആവാം. ഓക്കെ, ബട്ട് ദിസ് ഇസ് വെരി റൂഡമെന്ററി. റൂഡമെന്ററി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വേഗമായിട്ടുള്ള ഒരു ഫസ്റ്റ് പ്രോബ്ലമാണ് നമ്മൾ നിൽക്കുന്ന ആദ്യത്തെ ഒരു ഘട്ടമാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പം ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആലോചിക്കുന്നതിനെ ഒരു തിങ്കിങ് പ്രോസസ്സിനെ നമ്മൾ കൊണ്ടുവരുന്നതാണ് ഡൈവേർജന്റ് തിങ്കിങ്. അപ്പം ഇതിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുൻപിൽ ഒരു ഐഡിയ ഉണ്ട്, അതൊരു വേഗ ഐഡിയ ആണ്. അപ്പം അതൊരു കുറേ ക്വസ്റ്റ്യൻസ് നമുക്കുള്ളിൽ തന്നെ ഉണ്ട്, ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി കുറേ ക്വസ്റ്റ്യൻസും ഉണ്ട്. പക്ഷെ അതിനുള്ള ഒരു സൊല്യൂഷൻ
ആയിരിക്കും നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. ഓർ വി ക്യാൻ സേ ദാറ്റ് വി ഹാവ് എ വേഗ് ഐഡിയ ഓഫ് എ പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയാം. അപ്പം ഇത്രയും ഡീറ്റെയിൽസ് വെച്ചിട്ട് വാട്ട് വി ക്യാൻ ഡു ഇസ് ദാറ്റ് വി ക്യാൻ ജനറേറ്റ് certain questionnaire to address each case. So let's say that നമ്മൾ ഒരു 5 പേരുണ്ടെന്ന് നോക്കാം. അപ്പൊ 5 പേരാണെങ്കിലും 5 പേര് ആലോചിക്കുന്നത് 5 രീതിയിലാണ്. 3 പേരിങ്ങനെ ആലോചിച്ചു, 4 പേരിങ്ങനെ ആലോചിച്ചു, 5 പേരിങ്ങനെ ആലോചിച്ചു. അപ്പൊ ഇത് ഓരോരുത്തരും ആലോചിക്കുമ്പം അവർക്ക് കിട്ടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദീസ് ആർ ഓൾ സൊല്യൂഷൻസ് ഫോർ ഈച്ച് പേഴ്സൺ. ഇത് സൊല്യൂഷൻ 1 ആയിരിക്കാം, 2 ആയിരിക്കാം, 3 ആയിരിക്കാം, 4 ആയിരിക്കാം, 5 ആയിരിക്കാം. ആൻഡ് ഈച്ച് ദീസ് സൊല്യൂഷൻസ് ആർ ഡിഫറെന്റ് ഫ്രം ഈച്ച് അതർ. സോ അതിലുള്ള ഒരു ബെറ്റർ വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ മോർ പീപ്പിൾ ആർ ട്രൈങ് ടു കം അപ്പ് വിത്ത് എ സൊല്യൂഷൻ വി ഫൈൻഡ് ഡൈവേഴ്സ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ഇതിനെ കൊണ്ടുവരാം. ബിക്കോസ് ഓഫ് ആൾക്കാരുടെ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് കാരണമാണ് അത് കൊണ്ടുവരുന്നത്. പെർസ്പെക്റ്റീവ് കാരണം നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡൈവേർജന്റ് സൊല്യൂഷൻസ് ആണ് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് വി ആർ ഏബിൾ ടു സീ ദോസ് പർട്ടിക്കുലർ സൊല്യൂഷൻ ഓർ ക്വസ്റ്റ്യൻസ് ഇൻ എ ഡൈവേഴ്സ് വേ. ഒരു തേർഡ് പാർട്ടി വ്യൂ ആയിട്ട് നമ്മൾ അതിന് മേളിൽ നിന്ന് നോക്കിക്കാണുന്നവരുണ്ട്. നമ്മൾ അതിനുള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു പോയിന്റ് മാത്രമേ കാണത്തുള്ളൂ. നേരെ മറിച്ച് പുറത്തുനിന്ന് ഒരാൾ ഒരു തേർഡ് പേഴ്സൺ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ആ 5 പേര് ഇങ്ങനെയൊക്കെയാണ് ആലോചിച്ചെന്നുള്ള രീതിയിൽ, അതായത് ഒരു ജഡ്ജ് നോക്കുമ്പോൾ എതിർ സ്ഥാനത്തും വാദിസ്ഥാനത്തും നോക്കുന്ന സ്ഥലത്ത് നമ്മൾ ആ രീതിയിൽ കാണാൻ പറ്റും. നേരെ മറിച്ച് നമ്മളൊരു പ്രതി പോലെ ആണെങ്കിൽ നമ്മൾ ആ ഒരു പെർസ്പെക്റ്റീവേ കാണും. അപ്പൊ അതിൽ ആ പങ്കെടുക്കുന്ന ആൾക്കാർ അല്ലാതെ നമ്മൾ അതിൽ നിന്നൊരു മൂന്നാമതൊരാളായിട്ട് നോക്കി കാണുമ്പോൾ അതിന് നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിന് നമുക്കൊരു റിയൽ ലൈഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് പറയുകയാണെങ്കിൽ നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ ഇനി നമുക്ക് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ യു വിൽ ഹാവ് എ ബെറ്റർ ഐഡിയ. ഓക്കെ, സോ ദിസ് ഇസ് മെയിൻ തിങ് ഈസ് ബ്രെയിൻ സ്റ്റോമിങ് എന്ന് വേണമെങ്കിൽ നമ്മൾ പറയാം. യു മൈറ്റ് ഹാവ് ഹേർഡ് ഓഫ് ദാറ്റ്. സോ വി ക്യാൻ കോൾ ദിസ് ആസ് സം സോർട്ട് ഓഫ് എ ബ്രെയിൻ സ്റ്റോമിങ് ഐഡിയ. നമ്മൾ ഈ ഡൈവേർജൻറ്റ് ഇപ്പൊ എല്ലാ ആൾക്കാരും ഇരുന്ന് പല പല സൊല്യൂഷൻ ചെയ്യുന്നു ആൻഡ് വി ക്യാൻ കം അപ്പ് വിത്ത് എ പർട്ടിക്കുലർ സൊല്യൂഷൻ. ഓരോ സൊല്യൂഷനും അതിൻ്റെതായ അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പൊ നമ്മൾ അതിന് ബ്രെയിൻ സ്റ്റോം ചെയ്തിട്ട് വി ക്യാൻ ഫോം ആൻ ഐഡിയൽ സൊല്യൂഷൻ വിത്ത് മാക്സിമം ഔട്ട്പുട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് കൊണ്ടുവരാം. ഓക്കെ, അപ്പം ഇതിൽ നമുക്ക് റിയൽ ലൈഫ് സിറ്റുവേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഇത് രണ്ടിനെയും നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ വി വിൽ ഹാവ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വാട്ട് ഇസ് ഡൈവേർജന്റ് തിങ്കിങ് ആൻഡ് വാട്ട് ഇസ് കൺവേർജന്റ്. ഓക്കെ ഓക്കെ ഇപ്പൊ നമ്മളിപ്പോൾ കൺവേർജന്റ് കഴിഞ്ഞു, ഡൈവേർജന്റ് കഴിഞ്ഞു. ഇപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്നത് അതിൻ്റെ ഒരു എക്സാമ്പിൾസ് നോക്കിക്കാണാം. അപ്പൊ ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഒരു ടേബുലർ ഫോം ആണ്. ആ ടേബുലർ ഫോമിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓരോന്നിനും എഴുതിയിരിക്കുന്നത്. സോ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ വേ ഓഫ് തിങ്കിങ് ദാറ്റ് ഇസ് ഡൈവേർജന്റ് തിങ്കിങ്. ഓക്കെ, സോ അതിൽ നമ്മൾ ഫസ്റ്റ് ഡൈവേർജന്റ് കൺവേർജന്റ് നോക്കുന്നത് നമ്മുടെ വേ ഓഫ് തിങ്കിങ് നമ്മൾ ഡൈവേർജന്റിലോട്ട് എത്തിക്കാന്നുള്ളതാണ്. കാരണം നമ്മൾ സാധാരണ ഒരു തിങ്കിങ് പ്രോസസ്സ് ഒരു കൺവേർജന്റ് തിങ്കിങ് പ്രോസസ്സ്. ഇപ്പോൾ ഒരു ഫസ്റ്റ് എക്സാമ്പിൾ എടുക്കാം. നമ്മൾ പറയാണ്, നമ്മളൊരു ചോദ്യം ചോദിക്കുകയാണ്, നമ്മുടെ ഒരു വീട്ടിൽ വളർത്തുന്ന ഒരു മൃഗമാണെന്ന് വിചാരിക്കുക. ഓക്കെ, വീട്ടിൽ വളർത്തുന്ന മൃഗമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജനറൽ മൃഗമാണെന്ന് വിചാരിക്കുക. അപ്പൊ അത് ഫസ്റ്റ് ഒരു കൺവേർജന്റ് ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നമ്മുടെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരാണ്, ലെറ്റ്സ് സേ ദാറ്റ് നമുക്ക് കാണാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ കൊള്ളാൻ ഒരു ടൈഗറാണ്. അപ്പം ഒരു ടൈഗറിന്റെ ഡയറ്റ് എങ്ങനെയാണെന്നുള്ളത്, ഏതൊക്കെ കമ്പോണൻസ് ആണെന്നുള്ളതെന്ന് ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തുടക്കമാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കുറെ പോയിന്റ്സ് അതിനുള്ളിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ആ ഒരു അനിമൽ ഡയറ്റ്. അപ്പൊ അനിമൽ ഡയറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പൊ അതിലോട്ടെല്ലാം ശേഖരിച്ച് വെക്കുന്ന ഒരു പോയിന്റാണ്. അതാണ് നമ്മളൊരു കൺവേർജന്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നേരെ മറിച്ച് ഡൈവേർജൻ എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള പോസിബിലിറ്റീസ് വരും അല്ലേ. നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് പല ചിന്നി ബിദറി പോകുന്ന പോലത്തുള്ള ഐഡിയ ആണ്. അപ്പൊ അതിലൊരു പറഞ്ഞിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ടൈഗറിന്റെ കേസ് എടുക്കുകയാണ്. അപ്പൊ നമ്മളൊരു സ്ഥലം ബംഗാൾ എന്ന് പറഞ്ഞത്. അപ്പം വാട്ട് മൈറ്റ് ഹാപ്പൻ ടു ബംഗാൾസ് ഇക്കോസിസ്റ്റം ഇഫ് ടൈഗേഴ്സ് വർ ഓക്കെ
നമ്മൾ ടൈഗേഴ്സ് കാർണിവോർസുകളാണ്. പക്ഷെ കാർണിവോർ ആയതുകൊണ്ട് ഇപ്പം അത് ലെറ്റ്സ് സേ ദാറ്റ് ടൈഗർ ഹെർബിവോറായി, അതായത് നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ തിന്ന് ജീവിക്കുന്നുള്ള രീതിയിൽ ഇരിക്കുന്ന മൃഗമാണ് ഇൻസ്റ്റെഡ് ഓഫ് കാർണിവോർ. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലാവില്ല അല്ലേ? അപ്പൊ ബംഗാൾ റീജിയനിലാണ് ബംഗാൾ ടൈഗർ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ ബംഗാൾ ടൈഗറിന് ഓൾറെഡി എണ്ണം കുറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് വീണ്ടും റീവർക്ക് ചെയ്ത്, നമ്മൾ നേരത്തെ പറഞ്ഞത് ടൈഗറിന്റെ ഡയറ്റ് എന്താണെന്ന്. പക്ഷെ ഡൈവേർജൻ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ഔട്ട്പുട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഓക്കെ, ബംഗാൾ റീജിയനിൽ ഉള്ള ടൈഗേഴ്സ് കാർണിവോഴ്സിന് പകരം ഹെർബിവോഴ്സ് ആണെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നുള്ളൊരു ചോദ്യം. അപ്പൊ നിങ്ങൾക്കൊന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റിയില്ലേ ആദ്യത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം? ആദ്യത്തെ ചോദ്യത്തിലാണെങ്കിൽ എല്ലാവരും പറയുന്നത് ഒരു സ്പെസിഫിക് ആൻസർ ആയിരിക്കും അല്ലേ? ഓക്കെ, അത് മീറ്റ് ഈറ്റിംഗ് ആണ്, മാനിനെ ഇതേപോലെ വേട്ടയാടി തിന്നും, അപ്പൊ അത് അതിനനുസരിച്ചുള്ള ഡയറ്റ് ആയിരിക്കും ആദ്യത്തെ ക്വസ്റ്റ്യൻ. പക്ഷെ നേരെ മറിച്ച് രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരുന്നത്, നമ്മളൊരു ഏരിയ സ്പെസിഫിക് ആയിട്ട് എന്ത് ചോദിച്ചു? യെസ്, പറഞ്ഞോളൂ. സൗണ്ട് കുറവാണ് സാർ. സൗണ്ട് കുറവാണ്. ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ എല്ലാവർക്കും കേട്ടു എന്ന് തോന്നുന്നു. റിപ്പീറ്റ് ചെയ്യേണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഞാൻ ഒന്നും കൂടെ പറയാം. സോ ഫസ്റ്റ് കൺവേർജൻ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ടൈഗർ അതിൻ്റെ ഉള്ള ഡയറ്റ് എന്താണ്. അപ്പൊ നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റും അത് നോൺ വെജിറ്റേറിയൻ ഡയറ്റ് പോലത്തെ ആയിരിക്കും വരുന്നതെന്ന്. അത് ഹണ്ടിങ് ഗ്രൗണ്ട് അനുസരിച്ച് അവിടത്തുള്ള ജീവജാലങ്ങൾ ബന്ധപ്പെട്ടായിരിക്കും ആ ക്വസ്റ്റ്യൻ വരുന്നത്. അത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് എല്ലാവരും ഒരേ രീതിയിൽ തന്നെ പറയും. നേരെ മറിച്ച് ഡൈവേർജൻ എന്ന് പറഞ്ഞാൽ പല സൊല്യൂഷൻസ് ആണ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ. അപ്പൊ അതിലുള്ള ചോദ്യം ആ രീതിയിൽ നമ്മൾ ഫ്രെയിം ചെയ്യുന്നു. ഇപ്പൊ ലെറ്റ്സ് സേ ദാറ്റ് നമ്മൾ ടൈഗർ ആയതുകൊണ്ട് ബംഗാളിലുള്ള ടൈഗറാന്ന് വെക്കാം. ഇപ്പൊ ബംഗാളിലുള്ള ഒരു ഈക്കോസിസ്റ്റത്തിലുള്ള ടൈഗർ എല്ലാം കാർണിവോറസ് ആണ്. ടൈഗർ കാർണിവോറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലഷ് ഈറ്റിംഗ് ആണ്. ഇപ്പൊ ഫ്ലഷ് ഈറ്റിംഗ് എന്നുള്ളതല്ലാതെ അത് ഒരു ഹെർബിവോർ പ്ലാന്റ് ഈറ്റിംഗ് ആയിട്ട് മാറുവാണെങ്കിൽ എന്തൊക്കെ മാറ്റം വരുത്താൻ പറ്റുമെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ഡൈവേർജൻ ക്വസ്റ്റ്യൻ. അപ്പൊ അതേപോലെ അടുത്ത വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഏതെങ്കിലും ഒരു ക്ലൈമാറ്റിക് ചേഞ്ച് എടുക്കാം. ഓക്കെ, ക്ലൈമാറ്റിക് ചേഞ്ച് ആണെന്നുള്ളൊരു കേസ്. അപ്പൊ അതിന് നമ്മൾ there is an extensive debate in a scientific community about climate change. So what are the main reason of climate change? അപ്പൊ നമ്മൾ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചിട്ടുള്ള കാര്യം പറയുന്നു. അതിന് എന്തുകൊണ്ടാണ് പ്രൈമറി റീസൺ. അപ്പൊ ആ റീസൺസ് എല്ലാവർക്കും ഏകദേശം സിമിലർ ആയിരിക്കും. അതാണ് നമ്മൾ കൺവേർജൻ ക്വസ്റ്റ്യൻ. നേരെ മറിച്ച് നമ്മൾ ഡൈവേർജനിൽ പറയുകയാണെങ്കിൽ ലെറ്റ് സപ്പോസ് ദാറ്റ് ക്ലൈമാറ്റിക് ചേഞ്ച് നെവർ ഒക്കർ, ക്ലൈമാറ്റിക് ചേഞ്ച് ഒക്കർ ആയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ what will be the life within Sahara Desert? Sahara Desert എന്ന് പറഞ്ഞാൽ നല്ല ഒരു ഡെസേർട്ട് റീജിയൻ ആണ്. അവിടെ എങ്ങനെയായിരിക്കും നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ഒക്കർ ചെയ്യുന്നത്? അല്ലെങ്കിൽ പോട്ടെ, ആർട്ടിക് റീജിയനിലുള്ള ഐസ് ക്യാപ്സിൻ്റെ ആ രീതിയിലുള്ള എന്ത് മാറ്റങ്ങളായിരിക്കും വരുന്നത്? അപ്പൊ അത് ക്ലൈമറ്റ് ചേഞ്ച് ചെയ്ത് ഒക്കർഡ് അല്ലാതെ ചെയ്ത് അത് എന്ത് സംഭവിക്കുന്നു? അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് വി ക്യാൻ തിങ്ക് ഇൻ എ ഡിഫറെൻറ്റ് വേ. ഓക്കെ, ഡൈവേഴ്സ്ഡ് വേ. ആ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം ഈ ഒരു എക്സാമ്പിൾ കൊണ്ട് നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു ഓൺ ഹൗ ടു കൺവേർജൻ ആസ്ക് ക്വസ്റ്റ്യൻ ആസ് വെൽ ആസ് ഡൈവേർജൻലി ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് സീ ഹൗ ദ റിസൾട്ട്സ് വേരീസ് അക്കോർഡിംഗ്ലി. സോ അക്കോർഡിംഗ് ടു യു എന്തായിരിക്കും, സോ വാട്ട് ഈസ് ദ ബെസ്റ്റ് വേ ഓഫ് അനലൈസിങ് എ പർട്ടിക്കുലർ പ്രോബ്ലം ഓർ a solution when we are brainstorming in different set of people? നിങ്ങളുടെ ഒരു പോയിന്റിൽ എങ്ങനെയായിരിക്കും വരുന്നത്? ആർക്കെങ്കിലും പറയാമോ? സോ വെദർ അതായത് നമ്മുടെ ഈ കൺവേർജന്റ് തിങ്കിങ്ങും ഉണ്ട് ഡൈവേർജന്റ് തിങ്കിങ്ങും ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ഒരു യുക്തിപരമായിട്ട് വാട്ട് ഇസ് ദ നീഡ്? നമുക്ക് രണ്ടും വെച്ച് നോക്കുന്നത് നല്ലതാണോ, അതോ ഡൈവേർജന്റ് മാത്രമാണോ, കൺവേർജന്റ് മാത്രമാണോ? എങ്ങനെയാണ് നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? നമ്മളെല്ലാം ചോദിക്കുന്നത് കൺവേർജന്റ് ആണ്. പക്ഷെ ഡൈവേർജന്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വേറെ രീതിയിൽ ചിന്തിക്കുന്നതാണ് അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനത്തെ ഉള്ള ഒരു ഡിസൈൻ തിങ്കിങ് ആണ് നമുക്ക് നല്ലത്? രണ്ടും ഒരുമിച്ചുള്ള തിങ്കിങ് ആകുമ്പോൾ എല്ലാം കിട്ടുമോ, അതോ നമുക്ക് കൺവേർജന്റ് മാത്രം മുന്നോട്ട് പോകണോ, അതോ ഡൈവേർജന്റ് മാത്രം മുന്നോട്ട് പോകണോ? നിങ്ങളുടെ ഒരു വേ ഓഫ് തിങ്കിങ്. ഇത് ശരി ഉത്തരവും തെറ്റുത്തരവൊന്നുമില്ല. നമ്മൾ മനസ്സിലാക്കി നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ നമ്മളത് പറയാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസൈൻ തിങ്കിങ്ങിനെ 2 വർഷമാണ് കണ്ടത്, ഡൈവേർജന്റ് ആൻഡ് കൺവേർജന്റ്. അപ്പൊ നിങ്ങളുടെ രീതിയിൽ you have understand both the difference between a convergent thinking as well as divergent thinking with a real time examples. So what is your level of understanding? എങ്ങനെയാണ് നിങ്ങൾക്ക് ഒന്ന്
ഇത് വെച്ച് മനസ്സിലാക്കി നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുന്നു? സോ ദ ക്വസ്റ്റ്യൻ ഐ ആസ്ക് ദിസ് ഇസ് എ ഡൈവർജന്റ് ക്വസ്റ്റ്യൻ. ഞാനിപ്പോൾ കൺവെർജന്റ് എന്താന്ന് പറഞ്ഞു, ഡൈവർജന്റ് എന്താന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോട് തന്നെ ചോദിക്കുകയാണ്, ഇത് രണ്ടും ഓപ്ഷൻ വെച്ചിട്ട് നിങ്ങൾ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണ്, അല്ലേ? അപ്പൊ അത് ഡൈവർജന്റ് ക്വസ്റ്റ്യൻ ആയില്ലേ? വ്യത്യാസം മനസ്സിലായില്ലേ? നേരെ മറിച്ച് ഞാൻ ചോദിക്കുകയാണ്, ഡിസൈൻ തിങ്കിങ് പ്രോസസ്സിന്റെ ഒരു 5 മെത്തേഡ് എന്താണെന്ന് ചോദിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൺവെർജന്റ് ആണോ ഡൈവർജന്റ് ആണോ? ഡിസൈൻ തിങ്കിങ്ങിലെ 5 പ്രോസസ് ഇല്ലേ നമ്മൾ നേരത്തെ നോക്കിക്കണ്ട? അപ്പൊ ഓൾറെഡി 5 പ്രോസസ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നമുക്ക് ഓൾറെഡി ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അപ്പൊ എല്ലാവരും പറയുന്നത് എല്ലാവരും അതിലോട്ട് പറയും അല്ലേ? അപ്പൊ എല്ലാവരും അതിലോട്ട് കൺവേർജ് ചെയ്യും. അപ്പൊ ആ ക്വസ്റ്റ്യൻ ശരിക്കും കൺവേർജന്റ് ക്വസ്റ്റ്യൻ ആണ്. നേരെ മറിച്ച് ഞാൻ ഈ കൺവേർജന്റ് എന്താണെന്ന് പറയുകയും ചെയ്തു, ഡൈവേർജന്റ് എന്താണെന്ന് പറയുകയും ചെയ്തു. ഓരോ ലെവലിൽ നിന്ന് നിങ്ങൾക്ക് ചിന്തിച്ചിട്ട് ഇനി പറയാം, നമ്മൾ ഒരു സൊല്യൂഷൻ കണ്ടെത്തണമെങ്കിൽ നമുക്ക് 2 രീതിയിലും ഒരുമിച്ച് പോകണോ, ഡൈവേർജന്റ് കൺവേർജന്റും ചോദിച്ചു പോകണോ, അതോ കൺവേർജന്റ് മാത്രം പോയാൽ മതിയോ, ഡൈവേർജന്റ് മാത്രം പോയാൽ മതിയോ? അപ്പൊ നിങ്ങളുടെ മുമ്പിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. ആ 3 ഓപ്ഷൻസിനും ഒരു കുട്ടിക്ക് ഏതൊരു ഓപ്ഷൻ തിരഞ്ഞെടുത്ത് പോകും. അതിൽ ശരി ഉത്തരവെന്നോ തെറ്റുത്തരവെന്നോ ഇല്ല, അവരുടെ പെർസ്പെക്റ്റീവിൽ എല്ലാം ശരി തന്നെയാണ്. അപ്പൊ അത് എന്ന് പറയുന്നത് ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡൈവേർജന്റ് ക്വസ്റ്റ്യൻ ആയി. ഞാൻ ഇങ്ങനൊരു എക്സാമ്പിൾ എടുത്ത് തന്നെയാണ് പറഞ്ഞത്. ഓക്കെ അല്ലേ? അപ്പം ഒരു ഡൈവേർജന്റ് കൺവേർജന്റും ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. സോ യു കെൻ ജസ്റ്റ് റീഡ് അതേഴ്സ് ഓൾസോ ടു ഹാവ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. ക്ലിയർ ആയോ? സോ ഇന്നത്തെ സെഷനിൽ നിങ്ങൾ നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ അടുത്തുള്ള നമ്മൾ നേരത്തെ കണ്ടുവന്നിട്ടുള്ള ഏതൊരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഡിഫൈൻ ചെയ്യുക. യു ഡിഫൈൻ ദാറ്റ് പെർട്ടിക്കുലർ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് the way that you have think of design thinking. So design thinking 5 process ഉണ്ട്. Empathize with the user, try to find out a problem statement, define that problem statement, ideate solution into that, build a prototype and test that prototype. ഇതാണ് നമ്മൾ ഡിസൈൻ തിങ്കിങ്ങിൽ കണ്ടത്. So what I want you to do is that you try to define a problem statement. ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം അതിനെ നിങ്ങൾ ഒരു പ്രോസസ്സിലൂടെ പറയുക. ലൈക്ക് അതൊരു ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് തന്നെ ഉണ്ടാക്കുക. ഈ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് കൺവേർജന്റ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, ഈ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റിൽ ഡൈവേർജന്റ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്. ഒരു 2 ക്വസ്റ്റ്യൻ എഴുതിയാലും മതി. ഓക്കെ, ടോട്ടൽ ഒരു 5 ക്വസ്റ്റ്യൻസ്, 3-2 ആ രീതിയിൽ ഏത് റേഷ്യോയിലോ ആണെങ്കിലും എഴുതാം. ആൻഡ് യു ക്യാൻ ട്രൈ ടു എക്സ്പ്ലെയിൻ വാട്ട് ഇസ് ഡിസൈൻ തിങ്കിങ് ഇൻ 2 ways, ഡൈവേർജന്റ് വേ ആൻഡ് കൺവേർജന്റ് വേ വിത്ത് എക്സാമ്പിൾ. അതായിരിക്കും ഇന്നത്തെ ഒരു work assignment to understand that you have learned. Okay.